ദൈവം തിരഞ്ഞെടുത്താൽ അതൊരു തിരഞ്ഞെടുപ്പ് തന്നെയാണ്. അത് പിന്നെ എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്കും അളക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ ഉയർത്തും. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ഒരു യോഗ്യത പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യത പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യത, ഒരു യോഗ്യത പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യത പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഞാൻ ആദ്യമേ പറഞ്ഞൊരു പദമുണ്ട്. ഈ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു അസാധാരണമായ തിരഞ്ഞെടുപ്പാണ്. അതാർക്കും ചിന്തിക്കാൻ കഴിയത്തില്ല. ഒരിക്കൽ നദനയേൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫിലിപ്പോസ് നദനയേലിനോട് വന്ന് പറയുന്നൊരു പദമുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ എവിടെന്നാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ആ നസ്രത്തിൽ നിന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം നദനയേൽ സ്വാഭാവികമായിട്ട് ചിരിച്ചു. കാര്യം, ഈ നസ്രത്ത് എന്ന് പറയുന്ന പട്ടണം അന്ന് യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ വെറും ശപിക്കപ്പെട്ടൊരു പട്ടണമായിരുന്നു. അപമാനിക്കപ്പെടുകയും ശപിക്കപ്പെടുകയും ആ പട്ടണത്തിൽ നിന്ന് ഒരു നന്മയും വരത്തില്ലെന്ന് യഹൂദന്മാർക്ക് നല്ലതുപോലെ അറിയാം. അപ്പം ഫിലിപ്പോസ് ഇങ്ങനെ വന്ന് പറയുന്ന സമയത്ത് നദനയേൽ ചിരിച്ചുകൊണ്ടായിരിക്കാം പറയുന്നത്, നസ്രത്തിൽ നിന്നൊക്കെ വല്ല നന്മയും വരുമോ? കാര്യം, ഏറ്റവും കൂടുതൽ ശപിക്കപ്പെട്ട പട്ടണം, തകർക്കപ്പെട്ട പട്ടണം, ഇനി ഒരിക്കലും നന്നാവത്തില്ല എന്ന് പറഞ്ഞ് ഒതുക്കപ്പെട്ടൊരു പട്ടണം. പക്ഷേ എൻ്റെ യേശു കർത്താവ് തൻ്റെ ബാല്യകാലം മുഴുവനും കളിച്ചു വളരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പട്ടണമാണ് ഈ നസ്രത്ത് എന്ന് പറയുന്ന പട്ടണം. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞാലും, അത് പറയുന്നത് വരെയും ദൈവം വെയിറ്റ് ചെയ്യും. എന്നിട്ട് ദൈവം ആ തള്ളിക്കളഞ്ഞതിനെ അങ്ങ് സ്വീകരിക്കും. സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്വീകരിച്ച കാര്യത്തിൻ്റെ ലെവൽ അങ്ങ് മാറും. ഇപ്പം ഈ നസ്രത്ത് പട്ടണം എന്ന് പറയുമ്പം ഭൂതങ്ങൾ അഴിയണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിന് മുമ്പ് ഈ നസ്രത്തിൻ്റെ പേര് വരണം. അതാണ് അപ്പോസ്തലന്മാരിങ്ങനെ ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു മുടന്തനെ എഴുന്നേൽപ്പിച്ചത് നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിലാണ്. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഒരിക്കലും ഗതി പിടിക്കത്തില്ല, ഒരു നന്മയും ഇനി ഈ പേര് കൊണ്ടുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഒതുക്കിയ ആ സ്ഥാനത്ത് എൻ്റെ യേശു കർത്താവ് അതിനെ തിരഞ്ഞെടുത്തു. ഇപ്പം ഭൂതം അലറി ഓടണമെങ്കിൽ, മുടന്തൻ എഴുന്നേൽക്കണമെങ്കിൽ നസ്രയനാകുന്ന യേശുവിൻ്റെ നാമം പറയണം. വെറും യേശുവിൻ്റെ നാമമല്ല, ആ നാമത്തിൻ്റെ കൂടെ ഒരു പേര് കൂടെ ഉണ്ട്. എന്താ? നസ്രയനാകുന്ന യേശുവിൻ്റെ നാമം. ഇതാ ദൈവം ഒന്ന് തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയിൽ ഒതുക്കപ്പെട്ടാലും അതിന് എൻ്റെ കർത്താവ് മുമ്പിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. ഇപ്പം കണ്ടോ, ഇപ്പം ഭൂതം പോകണമെങ്കിൽ അല്ലെങ്കിൽ മുടന്തനെ എഴുന്നേൽക്കണമെങ്കിൽ നസ്രയനാകുന്ന യേശു. അപ്പം ആ നസ്രത്ത് പട്ടണത്തിൻ്റെ പേര് കർത്താവ് ഒന്ന് ചേഞ്ച് ചെയ്തു. അവൻ്റെ അവസ്ഥ ഒന്ന് കർത്താവ് മാറ്റി. ഇന്ന് രാത്രിയിൽ ഈ ആരാധനയുടെ നടുവിൽ ഞാൻ പറയുകയാണ്, ആത്മാവിൽ ഈ വചനത്തിൻ്റെ ആ വെളിപ്പാട് ഞാൻ പറയുകയാണ്, നീ ഗതി പിടിക്കത്തില്ലെന്നും ശപിക്കപ്പെട്ടവനാണെന്നും ഇനി നിന്നിൽ നിന്ന് ഒരു ഗതിയും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് മാറ്റിയ സ്ഥാനത്ത് എൻ്റെ കർത്താവ് തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യഹൂദന്മാർക്ക് നല്ലതുപോലെ അറിയാം, നസ്രത്തിൽ നിന്ന് ഇനി ഒരു നന്മയും വരാൻ പോകുന്നില്ല. ശപിക്കപ്പെട്ട പട്ടണം.
അപമാനിക്കപ്പെട്ട പട്ടണം, ഒരു ഗതി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ കർത്താവ് ആ പട്ടണത്തിലേക്കൊന്ന് ഇറങ്ങി. ഇന്ന് രാത്രിയിൽ കർത്താവ് നിന്റെ അകത്തു വന്നാൽ, യേശു കർത്താവ് നിന്റെ അകത്തു വന്നാൽ, ക്രിസ്തുവാകുന്ന വെളിച്ചം നിന്റെ അകത്തൊന്ന് പ്രകാശിച്ചു കഴിഞ്ഞാൽ, നീ ശപിക്കപ്പെട്ടവനാണെന്ന് ആര് പറഞ്ഞാലും, നീ ഗതി പിടിക്കത്തില്ലെന്ന് ആര് പറഞ്ഞാലും, ഇനി ഒരു നന്മയും നിനക്ക് ഉണ്ടാകത്തില്ല എന്ന് ആര് പറഞ്ഞ, ലോകം ചുറ്റും നിനക്ക് പഴി എഴുതിയാലും അവന് യേശു കർത്താവ് നിന്റെ അകത്ത് വന്നാൽ നിന്റെ അവസ്ഥകളെയൊക്കെ എൻ്റെ കർത്താവ് ചേഞ്ച് ചെയ്യും. എത്ര പേര് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് ഒന്ന് നമ്മളെ സെലക്ട് ചെയ്താലുണ്ടല്ലോ, അതൊരു സെലക്ഷൻ തന്നെയാ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഏത് ലെവലിലെത്തുമെന്ന്. കർത്താവ് ഉയർത്തും. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ, എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും, ഒരു മാന്യതയും ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതകളുമില്ലാത്ത നമ്മളെ തിരഞ്ഞെടുത്ത കർത്താവ്, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും, ഒരു